ഗൈസ് ഞങ്ങളുടെ ഫെയർവെല്ലാണ് ഗൈസ്. അപ്പം ഹലോ ഗൈസ്, നമ്മളെല്ലാവരും കൂടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോവാണ്. 10 മണിക്കാണ് പരിപാടി. സമയം 10 മണി ആവാറായി. ഡിപ്പാർട്ട്മെൻറ്റിൽ വെച്ചിട്ടാണ്. ഞങ്ങളിത് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി എൻ്റെ ഫ്രണ്ട്സൊക്കെ സാരിയാണ്, ഞാനും എൻ്റെ വേറൊരു ഫ്രണ്ടും മാത്രമാണ് ഈ ഫ്രോക്ക് ഇട്ടത്. ഞാൻ ഫ്രോക്ക് ഇടാനുള്ള റീസൺ എന്ന് വെച്ചാൽ ഫെയർവെല്ലിൻ്റെ നെക്സ്റ്റ് ഡേ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം അമ്മ മേടിച്ചെന്ന ഫ്രോക്കായിരുന്നു അത്. അപ്പം പുതിയ ഡ്രസ്സ് ഇടാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഫ്രോക്ക് ഇട്ടത്. നോക്കുമ്പോൾ സെറ്റായിരിക്കുന്ന എല്ലാവർക്കും ഇഷ്ടമായി, ഒന്ന് വെറൈറ്റി ആകും ചെയ്തു. യൂട്യൂബിൽ ഒരു വാട്ടർഫോൾസ് ഹെയർ സ്റ്റൈൽ എന്ന് കണ്ടപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഇറ്റ് കെയിം വെൽ. ആക്ച്വലി ഞങ്ങളുടെ സീനിയേഴ്സിന് ഫെയർവെൽ കൊടുത്തത് മാത്രമേ ഓർമ്മയുള്ളൂ. പെട്ടെന്നാണ് ഡേയ്സ് പോയത്, പെട്ടെന്നാണ് 2 ഇയർ കഴിഞ്ഞത്. ഞങ്ങളുടെ ഫെയർവെല്ലുമായി മോർണിംഗ് ഞങ്ങളുടെ സെമിനാർ ഹാളിൽ വെച്ചിട്ട് ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. ലൈക്ക് ഫാക്കൽറ്റീസ് എല്ലാവരും വന്നു, ചെറിയ സ്പീച്ച്, പിന്നെ നമ്മുടെ വീഡിയോ ഡിസ്പ്ലേ ചെയ്തു. പിന്നെ ഈവനിങ് ആയിരുന്നു അൺഒഫീഷ്യലായിട്ട് കൾച്ചറൽസും പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നത്. അപ്പം നമുക്ക് ഇങ്ങനെ ചെറിയൊരു നോട്ടൊക്കെ തന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും ഡീനിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഡീന് വന്നിട്ട് വേണം ഒഫീഷ്യലായിട്ടുള്ള പ്രോഗ്രാം തുടങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് ഇഷ്ടമായ ഒരു കാര്യം എന്ന് വെച്ചാൽ അവരിവിടെ എഴുതിയിട്ടുള്ളത് ഫെയർവെൽ 45 സ്ക്വയർ എന്നാണ്. എനിക്ക് ആദ്യം കത്തിയില്ല, പിന്നെയാണ് 45 സ്ക്വയർ = 2025 ആണെന്ന് മനസ്സിലായത്. അപ്പം ഫെയർവെൽ 2025 വീണ്ടും മാത്സ് സാറാണ് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്വന്തം ജൂനിയേഴ്സ്. അങ്ങനെ ഒഫീഷ്യൽ പ്രോഗ്രാംസൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഓരോ ഫാക്കൽറ്റീസിനായിട്ട് വന്നിട്ട് പൂവൊക്കെ കൊടുക്കുന്ന പരിപാടി, പിന്നെ വിളക്കത്തിക്കുന്ന പരിപാടി, അതൊക്കെ കഴിഞ്ഞു. ഓരോരുത്തരെ വിളിച്ചിട്ട് നമ്മുടെ മെമ്മറീസ് പറയാൻ പറഞ്ഞു. അപ്പോൾ ഇവൻ പറഞ്ഞ മെമ്മറീസൊക്കെ ആക്ച്വലി നല്ല ലൈക്ക് കോമഡി ആയിരുന്നു. കുറേ ചിരിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഒഫീഷ്യൽ പ്രോഗ്രാംസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ മെല്ലെ പുറത്തേക്കൊക്കെ ഇറങ്ങി ഫോട്ടോസ് എടുക്കാൻ. എല്ലാവരും നല്ല സുന്ദരിയൊക്കെ ആയിട്ട് അണിഞ്ഞൊരുങ്ങി വന്നതല്ലേ. അങ്ങനെ നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോസ് എടുക്കുന്നു. 2 പേര് ഫോട്ടോസ് നോക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ കോമാളിക്കളികളൊക്കെ കളിച്ചു. ഞാൻ എന്നിട്ട് പറഞ്ഞു അവളെ ഇട്ട് കറക്കാൻ പറഞ്ഞു. അവളാണെങ്കിൽ അവനെ ഇട്ട് കറക്കുന്നു. അങ്ങനെ അവസാനം റെഡിയായി, അവൻ അവളെ കറക്കി. അതാണ് ഈ വീഡിയോയിൽ കാണുന്നത്. സാന്ത് എന്താ പറയാനുള്ളത് ഫെയർവെല്ലിനെ കുറിച്ച്? നല്ലൊരു ഫെയർവെല്ലാണ്. നമ്മൾ ക്ലാസ് കഴിഞ്ഞിട്ടൊന്നുമില്ല, ഇനി ക്ലാസ് ഒക്കെ ഉണ്ട്, പക്ഷേ ഫെയർവെൽ നമ്മൾ ആഘോഷിക്കുക. പിന്നെ എനിക്കൊരു സങ്കടം ഇല്ല, ഈ നാറികളൊക്കെ അല്ലേ വിട്ടു പോകേണ്ടത്. കണ്ണിലേക്ക് വളരെ സന്തോഷം മാത്രം. അങ്ങനെ അവൾ സ്നേഹമുള്ള രീതിക്ക് സ്നേഹമില്ല എന്ന് പറയുകയും ചെയ്തു. പിന്നെ ഞങ്ങൾ നേരെ വിശന്നിട്ട് ബിരിയാണി കഴിക്കാൻ പോയി. അപ്പം ആക്ച്വലി ബിരിയാണി കഴിഞ്ഞിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് തന്ന ഐസ്ക്രീം ഞാൻ ആദ്യം തന്നെ കഴിച്ചു. ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ ബിരിയാണി, ചിക്കൻ ബിരിയാണിയാണ്. അപ്പം ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ചു. രസമായിരുന്നു, വയറ് ഫുള്ളായി. പിന്നെ അൺഒഫീഷ്യൽ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഓഡിറ്റോറിയത്തിലേക്ക് നടക്കുമായിരുന്നു. ഉച്ചയായിരുന്നു ആ ഒരു സമയം, ഉച്ച കഴിഞ്ഞിരുന്നു. അപ്പോൾ നല്ല വെയിലായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഓഡിറ്റോറിയത്തിലേക്ക് നടന്നു. ദേ കാലിയായ ഓഡിറ്റോറിയം. ഇനി ട്രാൻസിഷനാണ്. ഡാൻസ് കളിക്കുന്ന ഓഡിറ്റോറിയം. ഇതെൻ്റെ ക്ലാസ്മേറ്റാണ്. ഇവിടെ അടിപൊളി ഡാൻസറാണ്. എനിക്ക് ഇവളുടെ ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു. ഈ ഗെയിമിൽ നമ്മൾ ബലൂൺ ബാലൻസ് ചെയ്തിട്ട് ഈ കപ്പ് ഒക്കെ പിരമിഡ് ആക്കിയിട്ട് വെക്കാൻ പറഞ്ഞു, 4 3 2 1 എന്നുള്ള രീതിക്ക്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ക്ലാസ്സിൽ കപ്പിൾസിനെ തന്നെ നോക്കി റോൾ നമ്പർ വിളിച്ചും കണ്ട് സാരി ട്രാപ്പിംഗ് ഗെയിം വെച്ചു. അത് നല്ല രസമായിരുന്നു. അങ്ങനെ അവരുടെ ആ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇവരുടെ റാംബോക്കൊക്കെ ഉണ്ടായിരുന്നു. സംഭവം രസമായിരുന്നു ഇവരുടെ റാംബോക്ക്. ലൈക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് ഫീൽ ചെയ്തു. എന്നിട്ട് ഓരോരുത്തരായിട്ട് വിളിച്ചിട്ട് റാംബോക്ക് ചെയ്തു. നെക്സ്റ്റ് പ്രഹസനം. എല്ലാവരും ഭയങ്കര ക്യൂട്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ ജൂനിയേഴ്സിൻ്റെ ഡാൻസ്, ഇത് രണ്ടും ഞങ്ങളുടെ ജൂനിയേഴ്സായിരുന്നു. നല്ല ഡാൻസായിരുന്നു ഇവരുടേത്. പിന്നെ ഞാനും കളിച്ചായിരുന്നു ഒരു ഡാൻസ്, അത് ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ മെല്ലെ പുറത്തേക്ക് ഇറങ്ങി. നമ്മുടെ ഫെയർവെൽ അങ്ങനെ കഴിഞ്ഞു. നമുക്കിതേ കുറേ ഗിഫ്റ്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു പ്ലേസ്മെൻറ്റ് കിട്ടിയതുകൊണ്ടുള്ളൊരു ഗിഫ്റ്റ്, പിന്നെ ജൂനിയേഴ്സിൻ്റെ വക ഒരു ഗിഫ്റ്റ്, പിന്നെ ഫാക്കൽറ്റീസിൻ്റെ അടുത്ത് അടിച്ചു മാറ്റിയൊരു പൂവും, പിന്നെ ഒരു കാർഡും കിട്ടിയിട്ടുണ്ട്. കാർഡിൽ എന്താണ് കാണിച്ചു തരാം. കാർഡിൽ എഴുതിയിട്ടുള്ളത് ലൈഫ് ഈസ് ലൈക്ക് എ മെട്രിക്സ്, ചേഞ്ച് യുവർ പെർസ്പെക്റ്റീവ് ആൻഡ് യു വിൽ സീ ന്യൂ ഡയമെൻഷൻസ്. നമ്മൾ ഫെയർവെൽ കഴിഞ്ഞിട്ട് ഇനി അങ്കൂർ അതിൻ്റെ ഒരു ക്ലോസിങ് സെറമണി ഉണ്ട്. അപ്പം അതിന് പോയിട്ട് ചായ ഒക്കെ കുടിച്ചിട്ട് റൂമിലേക്ക് പോകും. എന്നിട്ട് അവിടെ എന്ത് ചെയ്യും, 2 സ്റ്റോറി 2 പോസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് കിടന്നുറങ്ങും. സ്വന്തം ഫോട്ടോ വെച്ച് പാട്ടിട്ടിട്ട് സ്റ്റോറി ഇട്ട് 2-3 പോസ്റ്റ് 2-3 സ്റ്റോറി കണ്ട്. ഓക്കെ, നമുക്ക് അങ്കൂറിൽ നമ്മുടെ CUKയിലെ മനോഹരമായ സ്കൈ, അതിൻ്റെ കൂടെ സാന്ദ്രയുടെ മനോഹരമായ ഗാനം. എന്നാലും ഞാൻ സാന്ദ്രയുടെ പാട്ടിൻ്റെ ഫാനാണ്.
പിന്നെ അവിടെ നിന്ന് ചാടി ഞങ്ങൾ നേരെ MP ഹാളിലേക്ക് വന്നു. അവിടെയാണ് അങ്കൂറിൻ്റെ ക്ലോസിങ് സെറമണി നടക്കുന്നത്. പിന്നെ അവിടെ പോയത് ഈ ചായ കുടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ ഫ്രീ ആയിട്ട് ചായ ഉണ്ടായിരുന്നു, പിന്നെ പപ്സ് ഉണ്ടായിരുന്നു. എൻ്റെ കൈ ഫുള്ളായതുകൊണ്ട് ഞാൻ ഫ്രണ്ടിനോട് പപ്സ് കാണിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ അവളത് ചിരിച്ചുകൊണ്ട് പപ്സ് കാണിക്കുന്നത് വെജ് പപ്സ് ആയിരുന്നു. പിന്നെ അവിടെ നിന്ന് ചാടി ഞങ്ങൾ മെല്ലെ ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് ഷോപ്പിംഗ് കോംപ്ലക്സിലേക്ക് പോയി. അവിടെ പോയപ്പോഴാണെങ്കിൽ സാന്ദ്രയുടെ ക്രഷ്. പിന്നെ ബാക്കി പറയണ്ടല്ലോ, ഊക്കലോ ഊക്കൽ. നൈസിൽ സാന്ദ്രനെ ഊക്കിയിട്ടാണ് വരുന്നത്. സാന്ദ്രയുടെ ഒരു ക്രഷിനെ ഞങ്ങൾ അവിടെ കണ്ടു. സാന്ദ്രയുടെ ഒരു ക്രഷ് പറയട്ടെ, സാന്ദ്രയുടെ ഒരു ക്രഷിനെ ഞങ്ങൾ അവിടെ കണ്ട്. അങ്ങനെ കണ്ട സമയത്ത് നമ്മൾ സാന്ദ്ര 100 വട്ടം പറയുന്നത്. എനിക്ക് സാന്ദ്രയുടെ എക്സ്പ്രഷൻ പിന്നെ നാളെ വരൂലേ, നാളെ വരൂലേ, എനിക്കിഷ്ടം സാന്ദ്ര, ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മളെ പരിപാടി വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കണം. ഇനി നമ്മൾ ഹോസ്റ്റലിലേക്ക് പോകണം. അവിടെ പൂരിയും നല്ല കറിയൊക്കെ ഉണ്ട്. സ്പെഷ്യൽ ഫുഡാണ് നമുക്ക് പൂരി. അന്നേരം നല്ല ഫുഡ് ഉണ്ടെന്ന് പറഞ്ഞു. സ്പെഷ്യൽ ഫുഡാ പൂരി. അപ്പോൾ പൂരി കഴിക്കണം, എന്നിട്ട് കിടന്നുറങ്ങണം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റോറി, സ്റ്റാറ്റസ് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പം ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. ബൈ.